ഫിസിയോളജിക്കലായിട്ട് വേരിയേഷൻ വരുന്നത്, അതായത് ഫിസിയോളജിക്കൽ പോളിസൈത്തീമിയ എപ്പോഴൊക്കെയാണ് വരുന്നത് നോക്കാം. ഒന്നാമത്തതാണ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജിൽ എന്താണ്, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു, കുട്ടികളിൽ എന്തായിരിക്കും ആർ ബി സിയുടെ കൗണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എന്ത് വരുന്നത്, പാത്തോളജിക്കലായിട്ടുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള ജോണ്ടിസ് വരുന്നത്. ഫിസിയോളജിക്കൽ ജോണ്ടിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ്, അറ്റ് ബർത്ത്, അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ദ ആർ ബി സി ഈസ് 8 to 10 million per cubic millimeter ഓഫ് ബ്ലഡ്. അതായത് കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ബ്ലഡ് എടുത്ത് നോക്കിയാൽ അതിൽ ഏകദേശം എത്ര ആർ ബി സി കാണാം, ഏകദേശം 8 to 10 million per cubic millimeter ഓഫ് ബ്ലഡ്. ഏകദേശം 8 തൊട്ട് 10 മില്യൺ വരെ എന്ത് കാണപ്പെടാം, ആർ ബി സി കാണപ്പെടാം. ദിസ് കൗണ്ട് ഡിക്രീസസ് വിത്തിൻ ദ 10 days ആഫ്റ്റർ ദ ബർത്ത് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സി കോസിങ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഇൻ ന്യൂബോൺസ്. അതായത് ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ആർ ബി സിയുടെ കൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു 10 ദിവസത്തിൻ്റെ ഇടക്കായിരിക്കും എന്തായിരിക്കുന്ന ഫിസിയോളജിക്കൽ ജോണ്ടിസ് കുട്ടികളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ കമ്പയർ ടു, അതായത് മെയിൽസിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൺ മെയിൽസിനെയും ഫീമെയിൽസിനെയും കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളിൽ എന്തായിരിക്കും, ആർ ബി സിയുടെ കൗണ്ട് എപ്പോഴും കൂടുതലായിരിക്കും. അടുത്തതാണ് സെക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്യൂബേർട്ടി ആയിട്ടുള്ള ഒരു ഫീമെയിൽസിൽ മെയിൽസിനെ കാട്ടി എന്തായിരിക്കും, ആർ ബി സിയുടെ കൗണ്ട് കുറവായിരിക്കും. അടുത്തത് ആഫ്റ്റർ മെനോപോസ് എന്തായിരിക്കും, മെയിൽ അഡൾട്ടിലും ഫീമെയിൽ അഡൾട്ടിലും ആഫ്റ്റർ മെനോപോസിൽ എന്തായിരിക്കും, ഫീമെയിൽ അഡൾട്ടിലും മെയിൽ അഡൾട്ടിലും കമ്പയർ ആക്കുമ്പോൾ എന്തായിരിക്കും, നോർമൽ തന്നെ ആയിരിക്കും. അടുത്തതാണ് സെക്സ് എന്ന് പറയുന്നത്. സെക്സിൽ എന്താണ് പറയുന്നത്, ബിഫോർ പ്യൂബേർട്ടി ആൻഡ് ആഫ്റ്റർ മെനോപോസ് ഇൻ ഫീമെയിൽസ് ഇത് ആർ ബി സി കൗണ്ട് ഈസ് സിമിലർ ടു മെയിൽസ്. അതായത് പ്യൂബേർട്ടിക്ക് മുമ്പും മെനോപോസിന് ശേഷവും എന്തായിരിക്കും, ആർ ബി സിയുടെ കൗണ്ട് നമ്മുടെ മെയിലിനെ കമ്പയർ ആക്കുമ്പോൾ സെയിം ആയിരിക്കും. പക്ഷേ ഇൻ ദ പ്യൂബേർട്ടി ടൈം, ഫീമെയിൽസിൽ ഇൻ ദ പ്യൂബേർട്ടി ടൈം എന്തായിരിക്കും, ഫീമെയിൽസിൽ കുറവായിരിക്കും, ആർ ബി സി കൗണ്ട് കുറവായിരിക്കും മെയിലിനായിട്ട് കമ്പയർ ആക്കും. അതിനുള്ള കാരണം എന്താണ്, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ. അടുത്തതാണ് ഇമോഷണൽ കണ്ടീഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂടി. നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. അപ്പോൾ സിമ്പത്തറ്റിക് എന്ന് വെച്ചാൽ എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, പാരാസിമ്പത്തറ്റിക് എന്തായിരിക്കും, എല്ലാം കുറക്കാൻ, ഇതിന് നേരെ ഓപ്പോസിറ്റ്, കൂട്ടിയതെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷണൽ കണ്ടീഷനിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകും, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ആകും. അപ്പോൾ അത് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഇൻക്രീസ് ദ സെക്രീഷൻ ഓഫ് അഡ്രിനാലിൻ. അതായത് അഡ്രീനൽ മെഡുല്ല, അതായത് അഡ്രീനൽ ഗ്ലാൻഡ്, നമ്മുടെ കിഡ്നിയുടെ മുകളിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് അഡ്രീനൽ മെഡുല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്രാറീനൽ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഈ ഗ്ലാൻഡിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ ഗ്ലാൻഡിൽ നിന്ന് അഡ്രിനാലിൻ എന്ന് പറയുന്നൊരു ഹോർമോണ് റിലീസാക്കും. ഈ അഡ്രിനാലിൻ എന്താക്കും, നേരെ പോയിട്ട് നമ്മുടെ സ്പ്ലീനിൽ ആക്ട് ചെയ്യും. സ്പ്ലീനിൽ ഓൾറെഡി എന്താണ്, ഇറ്റ് ഈസ് എ ഗ്രേവേഡ് ഓഫ് ആർ ബി സി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവേഡ്, അതായത് അവിടെ നശിക്കാൻ വെച്ച ആർ ബി സി ഉണ്ടാവില്ല, അവിടെ സ്റ്റോർ ചെയ്തും വെക്കുന്നുണ്ട് കുറച്ച് ആർ ബി സി. ഈ ഇതിനെ പോയിട്ട് കൺട്രാക്ട് ചെയ്യും, അഡ്രിനാലിൻ നേരെ പോയിട്ട് സ്പ്ലീനിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് സ്പ്ലീനിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ കൺട്രാക്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആർ ബി സി ബ്ലഡിലേക്ക് റിലീസാകുകയും ആർ ബി സിയുടെ അളവ് ശരീരത്തിൽ കൂടുകയും ചെയ്യുന്നു. അടുത്തതാണ് ഫിസിയോളജിക്കലായിട്ട് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ്. ഒന്നാമത്തത് ഹൈ ബാരോമെട്രിക് പ്രഷർ, അതായത് നമ്മുടെ കടലിൻ്റെ അടിക്ക് പോകുമ്പോൾ നമ്മുടെ എന്തായാലും ആർ ബി സിയുടെ കൗണ്ട് കുറവായിരിക്കും. അടുത്തത് ഡ്യൂറിങ് സ്ലീപ്പ്, അതായത് എന്താണ്, സ്ലീപ്പത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ എന്തായിരിക്കും, മെറ്റബോളിക് ആക്ടിവിറ്റി കുറവായിരിക്കും ശരീരത്തിൽ, അപ്പോൾ ആർ ബി സിയുടെ കൗണ്ട് കുറയും. അടുത്തതാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിൽ എന്താണ്, ബ്ലഡിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആർ ബി സിയുടെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പ്രഗ്നൻസി ടൈമിൽ എന്താണ്, അയണും ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് എന്തായിരിക്കും, ബ്ലഡിൻ്റെ അളവ് കൂടും, ബ്ലഡിൻ്റെ വോളിയം കൂടും, നമ്മുടെ ആ ബ്ലഡിലുള്ള വോളിയം കൂടുതലായിരിക്കും, പക്ഷേ അതിനനുസരിച്ച് എന്തായിരിക്കും, ആർ ബി സിയുടെ കൗണ്ട് കൂടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഫോളിക് ആസിഡും അയോൺസൊക്കെ കൊടുക്കുന്നത്. അടുത്തതാണ് ഫിസിയോളജിക്കലായിട്ട്. ഇനി ഫിസിയോളജിക്കലായിട്ടുള്ള വേരിയേഷൻ പഠിച്ചോ. അടുത്തത് പാത്തോളജിക്കലായിട്ടുള്ള വേരിയേഷൻസ്. പാത്തോളജിക്കലായിട്ടുള്ള വരുന്നത് പാത്തോളജിക്കൽ പോളിസൈത്തീമിയ.
അപ്പോൾ ഏതൊക്കെയാണ് പ്രൈമറി, അത് രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടിരിക്കുക. പാത്തോളജിക്കലായിട്ട് വരുന്ന പോളിസൈത്തീമിയ രണ്ടെണ്ണമായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി പോളിസൈത്തീമിയ ഓർ പോളിസൈത്തീമിയ വീറ, സെക്കൻഡറി പോളിസൈത്തീമിയ. അപ്പോൾ ഈ പ്രൈമറി പോളിസൈത്തീമിയ എപ്പോഴൊക്കെയാണ് വരുന്നത്? നമ്മുടെ ക്യാൻസറൊക്കെ ഇല്ലേ, ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു കണ്ടീഷനിലാണ് പ്രൈമറി പോളിസൈത്തീമിയ കാണപ്പെടുന്നത്. അടുത്തത് സെക്കൻഡറി പോളിസൈത്തീമിയ എപ്പോഴൊക്കെയായിരിക്കും കാണപ്പെടുന്നത്? അതിനുള്ള കാരണം എന്തായിരിക്കും? സെക്കൻഡറി പോളിസൈത്തീമിയക്കുള്ള റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, ഈ ആസ്മയും അതുപോലെ തന്നെ എംഫൈസീമിയം പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, അതായത് ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ഹാർട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിനാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷൻ കൊണ്ടുണ്ടാവുക RBCയുടെ അളവ് കൂടുക. അടുത്തൊരു ക്രോണിക് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, അതായത് കുറേ നാളെ ഇൻഡസ്ട്രീസിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് എന്താ കാർബൺ മോണോക്സൈഡ് ടോക്സിക് ഗ്യാസാണ്. അതുമായിട്ട് കൂടുതലായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ സംഭവിക്കുക RBCയുടെ അളവ് ശരീരത്തിൽ കൂടുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് മൈൽഡ് ഹെമറേജ്, നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവണം, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴും എന്ത് സംഭവിക്കുക? നമ്മുടെ RBCയുടെ അളവ് ശരീരത്തിൽ കൂടാം. എന്താണ് അനീമിയ എന്ന് പറയുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ RBCയുടെ അളവ് ബ്ലഡിൽ കുറയുന്ന ഒരു കണ്ടീഷനെയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അനീമിയ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാത്തോളജി ക്ലാസ്സിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് അനീമിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ, ഹെഡ് ഏക്ക് ഉണ്ടാകും, ഇൻസോംനിയ ഉണ്ടാകും, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്നെസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഫെറ്റീഗ് ഉണ്ടാവും, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഉണ്ടാകും, പെയിൽ സ്കിന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അനീമിയയിൽ സാധാരണ കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അടുത്തത് ഹീമോഗ്ലോബിൻ, അതായത് RBCൻ്റെ അകത്ത് കാണപ്പെടുന്ന നമ്മുടെ ബ്ലഡിന് അല്ലെങ്കിൽ RBCക്ക് അതിൻ്റെ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്? അഡൾട്ട് മെയിലിൽ 50 gram per deciliter. ഓക്കെ, 15 gram per deciliter. ഇൻ അഡൾട്ട് ഫീമെയിൽ എത്രയാണ്? 14.5 gram per deciliter. അടുത്തതാണ് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് അഥവാ ESR? എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എറിത്രോസൈറ്റ് സെറ്റിൽ ഡൗൺ. Normally the RBC remains suspended uniformly in the circulation is called suspension stability of the RBC. If the blood is mixed with an anticoagulant and allowed to stand a vertical tube, the RBC settle down due to the gravity with the superintendent layer of clear plasma. അതായത് RBC സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ ഒരു സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ESR എന്ന് പറയുന്നത്, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ RBC നമ്മുടെ ബ്ലഡ് ഒരു ആൻറ്റികോയാഗുലൻ്റായിട്ട് മിക്സ് ചെയ്യുന്നു. ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏജൻ്റാണ് ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻറ്റികോയാഗുലൻ്റായിട്ട് ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എടുത്ത ബ്ലഡ് മിക്സ് ചെയ്യുകയും അതൊരു വെർട്ടിക്കലായിട്ടുള്ളൊരു ട്യൂബിൽ വെർട്ടിക്കലായിട്ട് ഫില്ല് ചെയ്യുകയും സ്റ്റാൻഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഏകദേശം 1 hourലേക്ക് അത് വെർട്ടിക്കൽ പൊസിഷനിൽ നിർത്തുന്നു. വെർട്ടിക്കൽ പൊസിഷനിൽ നിർത്തിയിട്ട് എന്താക്കുന്നു? അത് എന്ത് സംഭവിക്കും? 1 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും? ഈ RBCs ഒക്കെ ഗ്രാവിറ്റീൻ്റെ പകരമായി സെറ്റിൽ ഡൗൺ ചെയ്യും. അതിനെയാണ് റോളക്സ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരു കോയിൻ്റെ മുകളിൽ മറ്റൊരു കോയിൻ വെച്ചെടുത്ത് സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് റോളക്സ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാസ്മ ലെയർ, അതിൻ്റെ സൂപ്പറിൻറ്റൻ്റ് ആയിട്ടുള്ള സുപ്പീരിയർ മുകളിൽ എന്താ ഉണ്ടാവും? ഒരു പ്ലാസ്മ ലെയർ ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചിലപ്പോൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ESR എന്ന് പറയുന്ന ESR എന്ന് വിളിക്കുന്നത്. അപ്പോൾ ESR എന്തിനൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? നമുക്ക് ക്രോണിക്കായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ, ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്നൊക്കെ കണ്ടീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ESR സാധാരണയായിട്ട് നോക്കുന്നത്. അപ്പോൾ നോക്കാം, 2 വിധത്തിലാണ് നമ്മൾ ESR ടെസ്റ്റ് ചെയ്യുന്നത് ലാബിൽ. ഏതൊക്കെയാണ്? വെസ്റ്റർഗൺ മെത്തേഡും വിൻഡ്രോപ്സ് മെത്തേഡും. കോമൺ ആയിട്ട് യൂസ് ആക്കുന്ന വെസ്റ്റർഗൺ മെത്തേഡാണ്. വെസ്റ്റർഗൺ മെത്തേഡിൻ്റെ എത്രയാണ് അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്? ESRൻ്റെ മെയിൽസിലാണെങ്കിൽ 3 to 7 mm in 1 hour, അതായത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം? ഏകദേശം 3 തൊട്ട് 7 millimeter വരെ എന്തായിരിക്കാൻ പാടുള്ളൂ? ആ റോളക്സ് ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഫീമെയിൽസിൽ എത്രയാണ്? 5 to 9 millimeter in 1 hour. ഇൻഫൻസിൽ എത്രയാണ് വരുന്നത്? 0 to 2 mm in 1 hour.
അപ്പോൾ ആ നോർമൽ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അതിൻ്റെ വേരിയേഷൻ എന്തൊക്കെയാണ്, പാത്തോളജിക്കലായിട്ട് എപ്പോഴൊക്കെയാണ് ESR കൂടുന്നത്, അല്ലെങ്കിൽ ESR കൂടി എന്നുള്ളൊരു കണ്ടീഷൻ വരെയും എന്തൊക്കെ നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. അതായത് ട്യൂബർക്യുലോസിസ്, ഓൾ ടൈപ്പ് ഓഫ് അനീമിയ എക്സ്പെക്റ്റ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിലെ RBC കൗണ്ട് നമ്മുടെ ESRൻ്റെ കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ടൈപ്പ് അനീമിയയിലും ESRൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും. അടുത്തത് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്, എന്തെങ്കിലും ക്യാൻസറൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ, ലിവർ ഡിസോർഡേഴ്സിലും അതുപോലെ തന്നെ ലിവർ ഡിസോർഡേഴ്സിലും ESRൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇനി ESRൻ്റെ അളവ് കുറയുന്നത് എപ്പോഴൊക്കെയാണ്, അലർജിക് റിയാക്ഷൻ, എന്തെങ്കിലും ശരീരത്തിൽ അലർജി ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ, നമ്മുടെ RBCയിലെ നമ്മുടെ ബൈക്കോൺകേവ് ഷേപ്പല്ല, ആ കോൺകേവ് ഷേപ്പ് ഒരു അരിവാളിൻ്റെ ഷേപ്പിൽ മാറുന്ന ഒരു കണ്ടീഷനെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നത്. അത് ജനറ്റിക്കായിട്ട് വരുന്നൊരു ടൈപ്പ് ഓഫ് അനീമിയാണ്. അതുപോലെ തന്നെ പോളിസൈത്തീമിയ, നമ്മുടെ RBCയിലെ കൗണ്ട് കൂടുന്നൊരവസ്ഥ. അതുപോലെ തന്നെ പെപ്റ്റോൺ ഷോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലും. അപ്പോൾ ഇത്രയൊക്കെ കണ്ടീഷനിൽ എന്താണ്